അല്ല ജോലിയുടേതായ കാര്യങ്ങളിൽ പോകുന്നു, ബമ്പറിൻ്റെതായ ലെവലിൽ പോകുന്നു, അത്രേ ഉള്ളൂ. ഒരുപാട് മാറ്റം വന്നു ഇതിന് ശേഷം ജീവിതം മാറാൻ പോവുകയാണല്ലോ. എങ്ങനത്തൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പ്ലാനൊക്കെ തുടങ്ങിയോ? പ്ലാനൊക്കെ ജസ്റ്റ് ചെയ്തു തന്നെ ഉള്ളൂ, കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ ഉള്ളൂ. ആളുകളൊക്കെ എങ്ങനെയാണ്? എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും നമ്മളതേപോലെ തന്നെയാണ് ഇടപെട്ട് പോകണത്. അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വിളിച്ചിരുന്നു, വളരെ സന്തോഷം. ഉണ്ട്, കുറച്ച് വീട് വെച്ചതിൻ്റെ ഒക്കെ കുറച്ച് കടങ്ങൾ ബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് സോൾവ് ചെയ്യാനുണ്ട്, പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം സോൾവ് ചെയ്യണം, നല്ല രീതിക്ക് മുന്നോട്ട് പോകണം. അതാണ്. ഞാനിപ്പോൾ സംസാരിച്ചിട്ടാണ് വന്നത് ഇങ്ങോട്ട്. വളരെ സന്തോഷം എന്ന് പറയുന്നത് സാർ. നെട്ടൂർ തന്നെ ഒരാൾക്ക് കിട്ടണമെന്നായിരുന്നു ലതീഷിന്റെയും ആഗ്രഹം. അതുപോലെ തന്നെ ഇവിടെ ജോലി. അതെ, ഞാൻ ഒരു പോസിറ്റീവിൽ ഒരു 10-12 മണിക്കൂർ അടുത്ത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പകുതി മുക്കാൽ നെട്ടൂർ തന്നെ ഉണ്ട് ഞാൻ ലൈഫിൽ. അത് തുടരാനാണ്. ജോലി ചെയ്ത് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ ഇനി ഇൻ ദി ഫ്യൂച്ചറിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാനേ പറ്റുള്ളൂ ഓരോ കാര്യങ്ങൾ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ഡിലേസ് അവരുടെ ഫോർമാലിറ്റി ഉണ്ടല്ലോ, ബാങ്കിൻ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയിക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃത്യമായൊരു ടൈം പറഞ്ഞിട്ടില്ല സാർ. അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ, കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാം നോക്കിയതിന് ശേഷം ഉചിതമായൊരു തീരുമാനം എടുക്കാമെന്ന് വെച്ചിട്ടാണ്. ഉണ്ട്. അതൊക്കെ എല്ലാം നമുക്ക് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ വരുന്നതനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഇല്ല, ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല ആരും. ഇവിടുത്തെ സഹപ്രവർത്തകർ പറഞ്ഞ ചെറിയൊരു പരിഭവമുണ്ട്, ഇവിടുന്ന് പോയിട്ടും പറയാതെ പോയി എന്നുള്ളൊരു അല്ല, ഇത് നമ്മൾ കറക്റ്റ് ഒരു കൺഫർമേഷൻ ഇല്ലാണ്ട് ഒരു കാര്യം നമ്മൾ പറയാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ആരോടും പറഞ്ഞില്ല, അത് അത്രേ ഉള്ളൂ. ലീവ് പറഞ്ഞിട്ട് പോകുന്നത്. അതെ, ഇല്ല, അത് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറില്ല. ചെറിയ സ്റ്റാഫിന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അന്ന് ലതീഷിന്റെ കടയിൽ ലഡു വിതരണം ഉണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് ശനിയാഴ്ച ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ശനിയാഴ്ച ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇല്ല, കിട്ടിയില്ല. അവിടെ ആൾക്കൂട്ടം മാധ്യമപ്രവർത്തകരെയും കണ്ടപ്പോൾ ജസ്റ്റ് വന്ന് നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ല? ഞാൻ പോകുന്ന വഴിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ടിരുന്നു. ആ സമയത്ത് ബമ്പറിന്റെ അടിച്ചത് ശരത്തിനാണെന്ന് ശരത്തിന് തിരിച്ചറിഞ്ഞായിരുന്നോ? നമ്പർ ഞാൻ നോക്കിയിരുന്നല്ലോ ആ സമയത്ത്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിൽ എന്താ തോന്നിയത്? എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്ക് ടൈം തുടങ്ങിയ ശേഷം അനൗൺസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ പോയി. ഇവിടെ പലരുടെയും പേര്, ഒരു സ്ത്രീയുടെ അടക്കം പേരൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ശരത്തിന്റെ മനസ്സിലേക്ക് എന്താ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുമായിരുന്നു. ഞങ്ങളടക്കം ഇവിടെ കുറെ ദിവസം 2-3 ദിവസം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നിയില്ല. നമ്മുടെ ടിക്കറ്റ് കറക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, എന്തായാലും നമ്മളിപ്പോൾ പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ എല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അറിയാൻ പറ്റുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയാണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളൂ.